ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറിയും അതിന് ഇഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇഡലി ചിക്കനും കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഇഡലിയും ചിക്കൻ കറിയും. അപ്പം നമുക്ക് അതൊന്ന് ചെയ്തു തുടങ്ങിയാലോ. നമുക്ക് ആദ്യം ഇഡലി ചുടാം. നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുത്ത മാവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഇഡലിയൊക്കെ നമുക്ക് ചുട്ടെടുത്ത് വയ്ക്കാം. ഇഡലിയുടെ മാവിൻ്റെ അളവ്, അരിയുടെ അളവൊക്കെ നമുക്ക് ഇനി ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇഡലിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലിയാണ്. ഇഡലി എങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ചുട്ടെടുക്കാം എന്നൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ കാണിക്കാം. നമുക്ക് ആദ്യം ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കാം. കുറച്ച് തേങ്ങ മതിയാവും. ഒരു 4 സ്പൂൺ തേങ്ങ മതിയാവും. എടുത്തേക്കുന്ന ഒരു കിലോ ചിക്കനാണ്. അതിനകത്ത് കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വറുക്കാം. നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഈ തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്കല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. തേങ്ങ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ തേങ്ങയ്ക്ക് വേണ്ടുന്ന മല്ലിപ്പൊടി, മുളകുപൊടി ചേർക്കാം. നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ളത് വേറെയും ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയ്ക്ക് എത്ര മുളകുപൊടി മല്ലിപ്പൊടി വേണോ അത് ചേർക്കാം. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. മറ്റൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാളയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ സവാളയും ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയ്ക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പും ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും. നമ്മൾ സവാളയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊരു 2 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാം. എരിക്ക് വേണ്ടുന്ന 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അരപ്പ് നല്ലപോലെ ഒന്ന് പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കന് ചേർക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇത് ഇഡലി കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. ചിക്കനും ഇഡലിയും നല്ല ചേർച്ചയാണ് നമുക്ക് കഴിക്കാൻ. നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പുമൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇപ്പം നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇളക്കി എല്ലായിടവും അരിപ്പ് പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ചിക്കനിൽ ധാരാളം വെള്ളം വരും. അപ്പോൾ നല്ലപോലെ അടച്ച് നമുക്ക് വേവിക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും നോക്കാം. അപ്പോൾ നമ്മൾ പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി ഇരിക്കെ നമ്മൾ തേങ്ങ വറുത്തെടുത്തത് പൊടിച്ചെടുക്കണം. വെള്ളം തൊട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, പൊടിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കിപ്പം ഉപ്പൊക്കെ വേണോ എന്ന് വീണ്ടും ഒന്നുകൂടെ നോക്കണം. നമ്മൾ ഇത്രയും അരപ്പ് ചേരുവാണല്ലോ, അപ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കി വേണ്ടുന്ന ഉപ്പും ഇപ്പം തന്നെ ചേർക്കണം. നമുക്ക് കുറച്ച് തിളച്ച് കഴിയുമ്പം കുറച്ച് ചൂടുവെള്ളം കുറയുകയാണെങ്കിൽ
കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം. വീണ്ടും ഒന്ന് അടച്ച് നല്ലപോലെ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. നല്ല മണമുള്ള ചിക്കൻ കറിയാണ്. അപ്പം നമുക്കിതിനകത്ത് ഗരം മസാല ചേർത്തിട്ടില്ല, കുരുമുളകും ചേർത്തിട്ടില്ല. നമുക്ക് അവസാനം കുറച്ച് ഗരം മസാലയും കുരുമുളകും ചേർക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കുറച്ച് ചേർത്ത് കുരുമുളകും ചേർത്ത് നമ്മുടെ ഗരം മസാലയും കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, അതും ചേർത്ത് ഇപ്പം അരപ്പ് ചേർത്തതിൻ്റെ പച്ച കെടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കണം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. ഇഡലിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കൊന്ന് ഇഡലിയുടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. വളരെ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയും ഇഡലിയുമാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇഡലിയും ചിക്കൻ കറിയും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.